നമസ്കാരം. മാർക്ക് മാൻസന്റെ ദ സട്ടിൽ ആർട്ട് ഓഫ് നോട്ട് ഗിവിംഗ് എ ഫക്ക് എന്ന ലോക പ്രശസ്തമായ പുസ്തകത്തിലെ 5 പ്രധാന പാഠങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് പേരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റിയ ചില കിടിലൻ ആശയങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തോടെ തുടങ്ങാം, അല്ലേ? എപ്പോഴും ഹാപ്പി ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം എന്നൊക്കെ കേട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാറുണ്ടോ? ചിലപ്പോ ആ ഒരു ഓട്ടം തന്നെയാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? ഈ പുസ്തകത്തിന്റെ മെയിൻ ഐഡിയ തന്നെ ഇതാണ്. നമുക്ക് സന്തോഷമില്ലാത്തത് നല്ല കാര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഒരു കാര്യവുമില്ലാത്ത 100 കൂട്ടം വിഷയങ്ങൾക്ക് നമ്മൾ ഓവറായി ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ്. ശരി, അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുന്ന കുറച്ച് പാഠങ്ങളിലേക്ക് നമുക്ക് നേരെ പോകാം. അമിതമായി ശ്രദ്ധിക്കുന്നത്, പൂർണ്ണ ഉത്തരവാദിത്വം, പരാജയങ്ങളെ കാണുന്ന രീതി, അനിശ്ചിതത്വം, പ്രതിബദ്ധത, പിന്നെ നമ്മുടെ ഫൈനൽ ലെസൺ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠം, അതായത് റിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിനും വില കൊടുക്കുന്നില്ല എന്നതല്ല, മറിച്ച് പ്രാധാന്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഓവറായിട്ട് വില കൊടുക്കുന്നു എന്നതാണ്. അപ്പോ ഇതിന്റെ സൊല്യൂഷൻ എന്താ? ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ ജീവിക്കുന്നതാണോ? അല്ല. പകരം നമ്മൾ തീരുമാനിക്കണം, എന്തിനു വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടാൻ റെഡിയാവേണ്ടതെന്ന്. കണ്ടില്ലേ, ലൈഫിലെ വേദനകൾ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ഏത് വേദന സഹിക്കണമെന്ന് നമുക്ക് തെരഞ്ഞെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റാൻ കഴിവുള്ള ഒന്ന്. ഫാൾട്ടും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫാൾട്ട്, അതായത് കുറ്റം, എപ്പോഴും പാസ്റ്റിനെക്കുറിച്ചാണ്. ആര് കാരണമാണ് ഇത് സംഭവിച്ചത്? അതാണ് ചോദ്യം. പക്ഷെ റെസ്പോൺസിബിലിറ്റി അങ്ങനെയല്ല, അത് പ്രസന്റിനെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ, ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്. മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് നിർത്തുക. നിങ്ങളെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിനോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ശരി, ഇനി നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാം. ഫെയിലിയർ, അല്ലേ? പരാജയം. അതിനെ എങ്ങനെ നമുക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാം എന്ന് നോക്കിയാലോ? നോക്കൂ, പരാജയം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്തിനെയാണ് പരാജയം, എന്തിനെയാണ് വിജയം എന്നൊക്കെ അളക്കുന്നത്? ആ ഒരു അളവുകോല്, ആ ഒരു മെട്രിക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോ സാധാരണയായി നമ്മൾ വെക്കുന്ന ഒരു ലക്ഷ്യം നോക്കൂ. എനിക്ക് പണക്കാരനാകണം. ഇതൊരു പഴയ മെട്രിക്കാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ ആ മെട്രിക് ഒന്ന് മാറ്റി നോക്കിയാലോ? എന്റെ ഫാമിലിയെ ഫിനാൻഷ്യലായി സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ബുദ്ധിമുട്ട് വരരുത്. കണ്ടോ വ്യത്യാസം? ഇവിടെ നമ്മൾ ഒരു റിസൾട്ടിൽ നിന്ന് ഒരു മീനിംഗ്ഫുൾ പ്രോസസ്സിലേക്ക് ഫോക്കസ് മാറ്റുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു അർത്ഥം വരും. ഇതാ വേറൊരു ഉദാഹരണം. എനിക്ക് 6 പാക്ക് വേണം, സെക്സിയായി കാണണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ ബോഡിയെ എനിക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നാക്കി മെട്രിക് മാറ്റിയാൽ എങ്ങനെയിരിക്കും? ഈ ചെറിയൊരു മാറ്റം മതി ട്രാഷ് ബർഗർ കാണുമ്പോൾ വേണ്ട സാലഡ് മതിയെന്ന് പറയാൻ. ഇനി നമ്മൾ അടുത്തൊരു വലിയ ഐഡിയയിലേക്കാണ് പോകുന്നത്. ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. അനിശ്ചിതത്വത്തെ, അതായത് അൺസർട്ടനിറ്റിയെ അങ്ങ് സ്വീകരിക്കുക. കാരണം ജീവിതത്തില് ഉറപ്പായിട്ടുള്ള ഒരേയൊരു കാര്യം മാറ്റം മാത്രാണ്, അല്ലേ? എല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തതിനെയാണ് നമ്മൾ പ്രശ്നം എന്നൊക്കെ വിളിക്കുന്നത്. സോ എപ്പോഴും എല്ലാം ഉറപ്പായിരിക്കണം എന്ന് വാശിവിട്ട് എന്ത് മാറ്റം വന്നാലും അതിനെ നേരിടാനും അതിൽ നിന്ന് പഠിക്കാനും നമ്മൾ റെഡിയാവണം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എല്ലാം ഇങ്ങനെ അൺസർട്ടൻ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് ഒരു രസകരമായ കാര്യം വരുന്നത്. എപ്പോഴും ഒരുപാട് ഓപ്ഷനുകളുടെ പിന്നാലെ പോകുന്നതിലല്ല ശരിക്കുള്ള ഫ്രീഡം, മറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിൽ ആഴത്തിൽ കമ്മിറ്റഡ് ആവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു അർത്ഥവും സ്വാതന്ത്ര്യവും ഒക്കെ തോന്നുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ലക്ഷ്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാകാം, ഒരിടത്ത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിലെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നതാവാം. അങ്ങനെ നമ്മൾ അവസാനത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പവർഫുള്ളായ പാഠം ഇതായിരിക്കും. നമുക്കെല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്, മരണം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഏണസ്റ്റ് ബെക്കർ എന്നൊരു ചിന്തകൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളുടെയും പിന്നിലുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഈ മരണഭയമാണെന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് ഇതാണ്, നമ്മുടെ മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്ന നിമിഷം ജീവിതത്തിലെ ചെറിയ ചെറിയ ടെൻഷനുകളും വേവലാതികളും ഒക്കെ അപ്രസക്തമാവും. അപ്പോൾ നമുക്ക് കൂടുതൽ അർത്ഥമുള്ള ഒരു ജീവിതം ജീവിക്കാൻ പറ്റും, സമാധാനത്തോടെ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി റിയൽ ലൈഫില് ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ഐഡിയ നമുക്ക് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ മെട്രിക്സ് മാറ്റുന്നത്. ഇതാ സിമ്പിളായിട്ടുള്ള 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലക്ഷ്യമെടുക്കുക. രണ്ടാമത്, ആ ലക്ഷ്യത്തെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് അളക്കുന്നതെന്ന് നോക്കുക. ഒരു റിസൾട്ടിന്റെ ബേസിസിലായിരിക്കും അല്ലേ? ഉദാഹരണത്തിന്, എനിക്ക് പ്രൊമോഷൻ കിട്ടണം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, അതിനെ ഒരു പ്രോസസ് ബേസ്ഡ് മെട്രിക്കാക്കി മാറ്റാം. അതായത്, എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ എനിക്ക് തന്നെ കാണിച്ചു കൊടുക്കും എന്ന രീതിയിൽ. അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ചെറിയൊരു അളവുകോലാണ്, ഏത് മെട്രിക്കാണ് ഇന്നു മുതൽ നിങ്ങൾ മാറ്റാൻ പോകുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ.